ദേവിക ഡിജിറ്റൽ മീഡിയയിലേക്ക് എല്ലാ നല്ല മനസ്സുള്ള പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് ജീവവായു പോലെ ഒന്നാണ് ഇലക്ട്രിസിറ്റി. ഒരു കൊച്ചു വീട്ടിൽ പോലും മോട്ടോറുകൾ, AC, മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാനുകൾ തുടങ്ങിയ അനുബന്ധ വീട്ടുപകരണങ്ങളില്ലാത്ത വീടുകളില്ല. എന്നിരുന്നാലും ഇവ മൂലം വന്നു ചേരുന്ന കറണ്ട് ബില്ല് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു ഷോക്കായി മാറുന്നു. ഇന്ന് വ്യാപകമായി സോളാർ പാനലിലൂടെ ഇവ തരണം ചെയ്യാൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഇന്ന് ഒക്കൽ കൂട്ടുങ്ങൽ ഷാജുവിയുടെ വീട്ടിലെ സോളാർ പാനലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിന് നന്മയ്ക്കായി ഉപകരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ദേവിക ഡിജിറ്റൽ മീഡിയ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷാജി. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് ഒക്കൽ എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. ഞാൻ ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് ക്ലർക്കായിരുന്നു. ഞാൻ ഈ സോളാറിനെ പറ്റി പഠിക്കാനായിട്ട് ഒത്തിരി ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ കേരള സർക്കാർ മട്ടുപ്പാവിലൂടെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. അതുപോലെ മട്ടുപ്പാവിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ജലവൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് ജനങ്ങൾക്ക് പ്രോത്സാഹനപരമായിട്ട് പദ്ധതിയാണ് സൗരോർജ്ജ പാനലായത്. അത് ജനങ്ങളിലേക്ക് വേണ്ടതിൽ എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒക്കൽ ഭാഗത്ത് ഷായിച്ചേൻ്റെ വീട്ടിൽ ഞങ്ങൾ കണ്ടു. ഇതിന് ഷായിച്ചേട്ടാ നമ്മൾ എന്ത് ചിലവ് വരും? ഇതെങ്ങനെ ഷായിച്ചൻ ചെയ്തത്? ഞാൻ ഏതാണ്ട് 3 വർഷം മുമ്പ് ഈ സ്കീമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത ആളാണ്. പക്ഷേ എങ്കിലും പല കാരണങ്ങളാൽ അത് അപേക്ഷ എന്തോ പെൻഡിങ് വന്നായിരുന്നു. പിന്നീട് അത് കറക്റ്റായിട്ട് ഇപ്പോൾ നിലവിൽ ഇതിനെപ്പറ്റി ആളുകൾ ബോധവാന്മാരല്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ സംരംഭത്തിലേക്ക് വരാണെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാ ഇലക്ട്രിസിറ്റി ബോർഡിനും ജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത് സോളാർ പാനൽ സ്ഥാപിച്ചാലും അതിൻ്റെ വർക്ക് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് പൊടി പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ പൊടി തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കിയാൽ മാത്രമാണ് ഇതിനകത്ത് ഈ കറണ്ട് കിട്ടുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ സോളാർ സ്ഥാപിച്ചതിന് ശേഷം കറണ്ട് ബില്ല് അടയ്ക്കാതെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല, കറണ്ട് ബില്ല് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇത് പരമാവധി ഇത് താഴെ നമ്മൾ തുടയ്ക്കാനും കഴുകാനും അതിനകത്ത് പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അഴുക്കുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അത് എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. എല്ലാ ദിവസവും തുടയ്ക്കും? ഇല്ല, എല്ലാ ദിവസവും തുടയ്ക്കില്ല. അത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തുടയ്ക്കണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. നമ്മളെ അതിന് സർക്കാർ 3 വർഷം മുന്നേ പദ്ധതി കൊണ്ടുപോകാം. അന്നൊന്നും ആരും പ്രോഗ്രസ് ചെയ്യാണ്ടിരുന്ന കാരണം സർക്കാരിൻ്റെ ഒരു ഏജൻസി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പ്രൈവറ്റ് ആരോ ചെയ്യുന്നത്? പ്രൈവറ്റാണോ? പ്രൈവറ്റ് മേഖലയിൽ എല്ലാവർക്കും അനുമതി നൽകി. സർക്കാർ അനുമതി നൽകിയപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറ്റയുടെ പാനൽ തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ പാനൽ നല്ല രീതിയിൽ ഉൽപ്പാദനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇതൊക്കെയാണ് ഞാൻ ശുപാർശയാണ് ചെയ്യുള്ളൂ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി വർക്കുകളായി തുടങ്ങി, ജനങ്ങൾ ഇതിന് ബോധവാന്മാരായി. അതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും ഇത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ഉൽപ്പാദനം കുറവ്, അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകൾ ശരിക്കുണ്ട്. എൻ്റെ പേര് ജയ. ഞാനിവിടെ എറണാകുളം ജില്ലയിൽ ഒക്കൽ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാൻ ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ബയോളജി ടീച്ചറാണ്. ഞങ്ങളുടെ വീട്ടിലെ സോളാർ പാനൽ സ്ഥാപിച്ചത് മൂലം ഞങ്ങൾക്ക് അടുക്കളയിലെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും, മിക്സി, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ AC, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം വളരെ ലോ കോസ്റ്റിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. 0 ബിൽ ആണ് ഞങ്ങൾക്കിപ്പോൾ ഇലക്ട്രിക് ബില്ല് വരുന്നത്. പിന്നെ എല്ലാവരും ഇതുപോലൊരു സംരംഭത്തിന് വളരെ ഇൻട്രസ്റ്റ് കാണിക്കണം. ഞങ്ങൾ ഈ സോളാർ വയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏതാണ്ട് 1,95,000 രൂപയാണ് ചിലവ് പ്രതീക്ഷിച്ചത്. പക്ഷേ സബ്സിഡി കഴിച്ച് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 1,45,000 രൂപ ചിലവായി. പക്ഷേ എങ്കിൽ തന്നെയും ഞങ്ങൾ ഈ സംരംഭത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്.
കൂടാതെ ഞങ്ങൾ വേറെ അടുത്ത ഞങ്ങളുടെ വേറെ വീടുണ്ട്, ആ വീട്ടിലെ മീറ്ററും ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്തു. അവിടെ ഏതാണ്ട് 1000 രൂപയിലധികം കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്നതാണ്, ഇവിടെ 6000 രൂപയും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വൻ നേട്ടം തന്നെയാണ്. അപ്പം നിങ്ങളും ഈ സംരംഭത്തിൽ എല്ലാവരും സഹകരിക്കണം. ഞങ്ങളിപ്പോൾ വച്ചിരിക്കുന്ന പാനല് മോണോഫർക്ക് ഹാഫ് കട്ടാണ്. പിന്നെ അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്ന കറണ്ട് ഇപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടൊരു നല്ലൊരു പദ്ധതിയാണ്. വർഷക്കാലത്ത് ഇപ്പോൾ നമുക്ക് സൗരോർജ്ജം കിട്ടിയില്ല പോലും നമുക്ക് ഈ കറണ്ട് ഉപയോഗിക്കാം. വർഷക്കാലത്ത് നമുക്ക് വൈദ്യുതി കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിലവിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൈസ അടയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ഷായിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇത് വച്ചിട്ട്? ഏതാണ്ട് ഞാൻ വച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞോളൂ. പക്ഷേ എങ്കിലും കണക്ക് കൂട്ടുമ്പോൾ ലാഭം തന്നെയാണ്. ഇതിനകത്ത് മൊത്തം ഞങ്ങളിവിടെ പൊതുവെ വെയിൽ നല്ല ശക്തമായിട്ട് വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, സൗരോർജ്ജ പദ്ധതി ഇപ്പോൾ ഒക്കിൽ ഞാനിപ്പോൾ ഒരു വീടുകളിൽ അങ്ങനെ കാണുന്നില്ല. ചേട്ടനത് കിട്ടാനുള്ള ഒരു നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ പ്രചോദനം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ചേട്ടൻ അങ്ങനെ മനസ്സിൽ തോന്നാനുള്ള കാരണം? ഞാനിത് ഫേസ്ബുക്കിലൊക്കെ പല ആളുകൾ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതെന്താണെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പല രീതിയിലും അതിൻ്റെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഞാൻ അങ്ങനെയാണ് ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധ വന്നത്. പക്ഷേ അത് എങ്കിൽ തന്നെ എല്ലാവരും അതിനെപ്പറ്റി ഈ കൂടുതലും അറിവില്ലാത്ത ആളുകളായതുകൊണ്ടും പിന്നെ ഞാൻ മുഴുവൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തന്നെ തയ്യാറായി. ഇത് വച്ചിരിക്കുന്ന വീടുകളിൽ പോയി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അറിവ് അങ്ങനെ കിട്ടി. അങ്ങനെയാണ് ഈ പാനൽ സെലക്ട് ചെയ്യാനും ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് ഞാൻ തയ്യാറായത് തന്നെ. കറണ്ട് ബില്ല് കുറയ്ക്കുക, അത് തന്നെ, അതാണ് ഏറ്റവും വലിയ ഒരു രീതി. അത് ഏതാണ്ട് 8 പാനലാണ് വച്ചേക്കണത്. അത് 450 വാട്ട്സിൻ്റെ പാനലാണ്. അങ്ങനെ 3600 വാട്ട്സാണ് ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ ഇരിക്കുന്ന പാനലിൻ്റെ വാട്ടേജ്. അപ്പോൾ അത് പ്രകാരം ഏതാണ്ട് 18 യൂണിറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. മിനിമം അതിൻ്റെ വെയിൽ കുറവാണെങ്കിൽ ഏകദേശം ഒരു 10 യൂണിറ്റ് താഴേക്ക് പോകാറില്ല. 10-18 അങ്ങനെയാണ് ഞങ്ങളുടെ. ഈ ഇപ്പോൾ നമ്മൾ ഈ അധികം വരുന്ന കറണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കണോ? എങ്ങനെയാണ് ചെയ്യണത്? നിലവിൽ ഈ സോളാറിൻ്റെ കറണ്ട് ഒരു കാരണവശാലും ഒരു വീടുകളിലേക്കും കിട്ടില്ല. അത് നേരെ ലൈനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കറണ്ട് സാധാരണഗതിയിൽ തന്നെ ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനകത്ത് നമ്മൾ 300 യൂണിറ്റ് എടുത്തോളൂ, ആ ഉൽപ്പാദനം 350 ഉണ്ടെങ്കിൽ 50-ന് സർക്കാർ നമുക്ക് ആ പൈസ തിരിച്ചു തരും. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് വലിയ നഷ്ടം ആർക്കും വന്നില്ല. നമ്മൾ എന്തോരം വേണമെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് ഈ പദ്ധതിയൊക്കെ ഇല്ല, ഇപ്പോൾ സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും നമ്മുടെ ജനങ്ങളിലേക്കാണ് എത്തുന്നില്ല. കാരണം സബ്സിഡി ഉണ്ട്, ഇത്ര കാശ് നമ്മൾ മുടക്കിയാൽ മതി. അപ്പോൾ പോലെ കറണ്ടിൻ്റെ ചാർജ് വളരെയേറെ കുറവാണ്. ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്താന്ന് പറയുമ്പോൾ അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂടി ഒരു കടമ. അതാണ് ഇപ്പോൾ ഷായിച്ചങ്ങൾ വന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളിലേക്ക് കാര്യമായിട്ട് ഇത് ഇപ്പോഴും ജനങ്ങൾ ഇതിന് ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇത് ഇറങ്ങുന്ന ആളെ കുറ്റപ്പെടുത്താനാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം. പക്ഷേ എങ്കിൽ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും നല്ല അഭിപ്രായം തന്നെയാണ് പറയുള്ളൂ. ഇതിനകത്ത് മുതലും ഫസ്റ്റിൽ മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു തുക മുടക്കേണ്ട ആവശ്യമില്ല. വേറെ ഇതിനകത്ത് ചിലവ് വരുന്നൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇലക്ട്രിസിറ്റിക്കാർ ഒന്ന് ഫീസ് ഇല്ല എന്നുള്ളൊരു ഭാഗ്യം ചെയ്യും. എന്തായാലും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എന്ത് AC എല്ലാം ഉപയോഗിച്ചാലും ഇതിന് മാത്രം കറണ്ട് നമ്മൾക്ക് വന്നില്ല. സ്റ്റോറേജ് ഇതിപ്പോൾ നമുക്കിത് ഈ സോളാറിൽ നിന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇത് നേരെ ലൈനിലേക്കാണ് പോകണേ. ലൈനിലേക്ക് പോകുമ്പോൾ ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ സോളാർ വർക്ക് ചെയ്യില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൈനിൽ എന്തെങ്കിലും വർക്ക് കിടക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ലൈനിലേക്ക് കയറി അവിടുത്തെ ആളുകൾക്ക് അപായം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ സോളാർ വർക്ക് ചെയ്യില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേറെ UPS വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു UPS കൂടി ഉണ്ടെങ്കിൽ കറണ്ട് പോയാൽ UPS വർക്ക് ചെയ്തോളും.
അതിനകത്ത് വേറെ ചിലവൊന്നും വരില്ല. ഒരു ബാറ്ററി ഒരു 1000 വാട്ട്സിൻ്റെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും എന്നാണ്. അതെ അതെ, ബാറ്ററി ഒരു 150 AH-ൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് 1000 വാട്ട്സ് UPS വർക്ക് ചെയ്യും. അത് ഒരു 5-8 ഫാനും, അത് കൂടുതലും BLDC ഫാനാണെങ്കിൽ 2 ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്താലും ബാറ്ററിക്ക് ചാർജ് കുറയ്ക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വാട്ട്സ് BLDC ഫാനുള്ളൂ. ഞങ്ങളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന BLDC ഫാനാണ്. പക്ഷെ ചാർജ് കൂടിയാലും നല്ലത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ലാഭകരമാണ്. അപ്പോൾ എല്ലാവരും ഈ പദ്ധതിയിൽ, പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിൽ എല്ലാവരും അംഗമായിട്ട് ഈ സംരംഭത്തെ വൻ വിജയമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിർത്തുന്നു.